ബജറ്റോടെ കേരളത്തെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കിയോ എന്ന സംശയമാണ് മലയാളികൾക്ക് ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ഇടതുപക്ഷ സർക്കാർ തയ്യാറാക്കിയ ബജറ്റ് പോലെയെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്കൊക്കെയും നിരാശയായിരുന്നു ഫലം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിൽ ഒരു കണ്ണുണ്ടായിരുന്നിട്ടും ബജറ്റിൽ എന്തുകൊണ്ട് അവഗണന എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസിനെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ തറക്കല്ലിടലാണ് നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും കൂടി നിർവഹിച്ചിരിക്കുന്നത്. വെറുമൊരു സാമ്പത്തിക കണക്കെടുപ്പിനപ്പുറം കേരളത്തിലെ സാമൂഹ്യ ജീവിതം ഇനി എങ്ങോട്ട് പോകണമെന്ന് മോദി നിശ്ചയിച്ച ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ബീഹാറിനോട് പുലർത്തിയ അതേ കൂറ് തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിൽ ബംഗാളിനോടും കാണിച്ചിരിക്കുന്നത്. ബീഹാറിന് വേണ്ടി കഴിഞ്ഞ തവണ 3.25 ലക്ഷം കോടി രൂപ അനുവദിച്ചത് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന ഒറ്റ കാരണത്താലായിരുന്നു. അങ്ങനെ ബജറ്റിനെ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്ന മോദി സർക്കാർ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇവിടുത്തെ വോട്ടർമാരെ പൂർണ്ണമായും അവഗണിച്ചത് തികച്ചും ബോധപൂർവമാണ്. ഇത്തവണത്തെ ബജറ്റിൽ ബംഗാളിന് കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ കേരളത്തോടുള്ള അവഗണനയുടെ ഗൂഢലക്ഷ്യം വ്യക്തമാകും. ബിജെപിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണമെന്ന് നിർബന്ധമുള്ള ബംഗാളിൽ അവരെ സഹായിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗാളിനെ ഒരു വലിയ വ്യവസായ കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ, വാരണാസി മുതൽ സിലിഗുഡി വരെയുള്ള ഹൈസ്പീഡ് റെയിൽവേ, ചെറുകിട വ്യവസായ മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് എന്നിങ്ങനെ വാരിക്കോരിയാണ് കേന്ദ്രം നൽകിയത്. എന്നാൽ ഇതേ ബംഗാളിനൊപ്പം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കേരളത്തിന് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള എയിംസ് പോലും നൽകിയിട്ടില്ല. ഹൈസ്പീഡ് റെയിലിനായി പ്ലാനുകൾ തയ്യാറാക്കിയ ഈ ശ്രീധരനെ പോലെയുള്ളവരെ പോലും ഇരുട്ടിൽ നിർത്തുന്ന സമീപനമാണ് കേന്ദ്രം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ബിജെപി പ്രവർത്തകർ പോലും അന്തം വിട്ടു നിൽക്കുന്ന രീതിയിൽ സംസ്ഥാനത്തെ അവഗണിച്ചതിന് പിന്നിൽ മോദിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കേരളത്തിൽ ബിജെപി നേരിട്ട് ഭരണം പിടിക്കുന്നതിനേക്കാൾ മോദിക്ക് ലാഭകരം പിണറായി വിജയൻ തുടർച്ചയായി ഭരിക്കുന്നതാണ്. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ സാന്നിധ്യം ബിജെപിയുടെയും RSSന്റെയും അജണ്ടകൾക്ക് തടസ്സമാകുമെന്ന് അവർക്കറിയാം. എന്നാൽ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ സംഘപരിവാർ വിരുദ്ധത പ്രസംഗിക്കുമ്പോഴും PC ജോർജിനെ പോലെയുള്ളവർക്കും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർക്കും ലഭിക്കുന്ന സ്വീകാര്യതയും അവർക്ക് അനുകൂലമായ ഒത്തുതീർപ്പ് രാഷ്ട്രീയവും ബിജെപിക്ക് വലിയ സൗകര്യമാണ് നൽകുന്നത്. നരേന്ദ്രമോദിയുടെ ഒരു പ്രോക്സിയായി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നു എന്ന ആരോപണത്തെ ശരിവെക്കുന്നതാണ് കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾക്കിടയിൽ കാണാൻ കഴിയുന്ന ഈ പൊരുത്തം. വോട്ട് ലക്ഷ്യം വെച്ച് ആശാവർക്കർമാരുടെ കൂലി കൂട്ടിയും സൗജന്യ ബിരുദ പഠനം പ്രഖ്യാപിച്ചും LDF കളം നിറഞ്ഞു. തൊട്ടു പിന്നാലെ വന്ന കേന്ദ്ര ബജറ്റിലാകട്ടെ കേരളത്തിന് ഒന്നുമില്ല. ഇത് ജനങ്ങൾക്കിടയിൽ പിണറായി നമ്മളെ കരുതുന്നു, മോദി നമ്മളെ വെറുക്കുന്നു എന്ന വികാരം ഉണ്ടാക്കാൻ ബോധപൂർവം സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വികാരം വോട്ടായി മാറുന്നത് LDFന്റെ പെട്ടിയിലായിരിക്കും. ഭരണവിരുദ്ധ വികാരം മൂലം UDFലേക്ക് പോകേണ്ടിയിരുന്ന നിഷ്പക്ഷ വോട്ടുകളെ LDFലേക്ക് തന്നെ കെട്ടിയിടുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം. കേരളത്തിൽ UDF ഇനിയും തകരേണ്ടതുണ്ട്. ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ UDFും കോൺഗ്രസും ശിഥിലമാകുമെന്ന് മോദിക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ BJP സംവിധാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ലാഭം പിണറായി വിജയനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേന്ദ്രം തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് ഈ അവഗണനകൾ. എന്നാൽ ഈ കച്ചവടം തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റ് ആദർശം മുറുകെ പിടിക്കുന്ന യഥാർത്ഥ സഖാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. പിണറായി വിജയന്റെ ഈ വഴിവിട്ട ബന്ധം പാർട്ടിയുടെ 16ാം അടിയന്തരം കുറിക്കുമെന്നും അവർ ഭയപ്പെടുന്നു. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ CPM ഇല്ലാതായി കഴിഞ്ഞാൽ ആ ഇടത്തിലേക്ക് BJPക്ക് എളുപ്പത്തിൽ കടന്നുകയറാം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. കേരളത്തിനായി താൻ പ്രത്യേക ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നുവെന്ന് തിരുവനന്തപുരത്ത് വന്ന് മോദി പറഞ്ഞത് സത്യമാണ്. പക്ഷേ അത് കേരളത്തിന്റെ വികസനത്തിനല്ല, മറിച്ച് കോൺഗ്രസ് മുക്ത കേരളത്തിനുള്ള ബ്ലൂ പ്രിന്റാണെന്ന് ഈ ബജറ്റിലൂടെ വ്യക്തമായിരിക്കുന്നു.